ഓ, ഒരു കണക്കിലാ ഞാൻ ആ റാവുത്തരെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുത്തത്. റാവുത്തര് സമ്മതിക്കുമ്പോ ഇരുമ്പ് സമ്മതിക്കത്തില്ല, ഇരുമ്പ് സമ്മതിക്കുമ്പോ കണ്ണസ്രാങ്ക് സമ്മതിക്കത്തില്ല. ഒടുവിൽ ഒരു വിധത്തിൽ എല്ലാത്തിന്റെയും കാലും കയ്യും പിടിച്ച് ഞാനൊന്ന് സമ്മതിപ്പിച്ചെടുത്തു. അല്ല, എന്ത് കഥ എഴുതാനാ സ്വാമി ഇവിടെ വന്നിരിക്കുന്നത്? അതങ്ങനെ പ്രത്യേകിച്ചൊരു കഥയൊന്നും അല്ല. ആകെ മൊത്തം ടോട്ടലായിട്ട് ഈ കോളനിക്കാരെയൊക്കെ പറ്റി ഒരു ഞങ്ങളെ പറ്റി എന്ത് കഥ എഴുതാൻ സ്വാമി? എങ്കിൽ പിന്നെ ഇവിടെയുള്ള ദുഷ്ടന്മാരെ പറ്റി എഴുത. ഒരു 100 കഥ കാണും അവന്മാരെ പറ്റി എഴുതാൻ. അവന്മാരുടെ ഇടയിൽ കിടന്ന് ജീവിച്ച് ഞങ്ങൾക്കൊന്നും ഇപ്പൊ കഥയില്ലാണ്ടായി സ്വാമി. ഞങ്ങള് കോളനിക്കാരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വന്നതാ സ്വാമി, റാവുത്തരും അവന്മാരും ഒക്കെ. ആ മൂസാസേട്ടും വക്കീലും കൂടെ കൊണ്ട് താമസിപ്പിച്ചതാ എല്ലാത്തിനും. ഞങ്ങളെ ദ്രോഹിച്ചും ഉപദ്രവിച്ചും ഒക്കെ ഇവിടുന്ന് ഇറക്കി വിടാൻ. ഒടുക്കം വക്കീലും അവന്മാരും തമ്മിൽ തെറ്റിയപ്പോ ഈ ദുഷ്ടന്മാരൊക്കെ ഇവിടുത്തെ ആളുകളായി. ഞങ്ങളുടെ നേതാക്കന്മാര് ചവഞ്ഞ് പണപ്പെരുവും താമസവും തുടങ്ങി. അല്ല, ഒരു കണക്കിന് ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇവന്മാർക്കൊക്കെ പണം കൊടുത്താൽ എന്താ? അല്ലെങ്കിൽ പണ്ടേ ആ വക്കീലും മൂസാസെറ്റും കൂടെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയേനെ. എന്തിനാ പിന്നെ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിക്കണേ? അവകാശവും വാങ്ങിച്ചോണ്ട് വല്ലയിടത്തേക്കും പൊക്കൂടെ? പോകാമെന്ന് പറഞ്ഞെങ്കിൽ ചെന്നേറ്റാ മതി. അവകാശവും മേടിച്ചോണ്ട് പൊക്കോളാന്ന് പറഞ്ഞേനെ ഒരുത്തന്നെ റാവുത്തര് വെട്ടിയതും ജയിലിൽ പോയതും. അവിടുന്ന് ഇപ്പൊ പുല്ല് പോലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എങ്ങും പോകണ്ടായേ. ഞങ്ങളെ ആരും കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും വേണ്ട. മാധവി, എടി മാധവി. അമ്മേ, ഉമ്മ. എടി, നീ ആരോട് ചോദിച്ചിട്ടാടി ഇവിടെ വാടകക്കാരെ കയറ്റി താമസിപ്പിച്ചത്? എടി, ഇങ്ങനെ വന്നോമാരടി ഇവിടുത്തെ ആളുകളായത്. എന്നിട്ട് നിനക്ക് മതിയായില്ല അല്ലടി? മര്യാദക്ക് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം തല്ലി പൊളിക്കും. എടാ നിന്നെ ഞാൻ എടാ വണ്ടി പുറത്തേക്ക് ഇറക്കണേ. വണ്ടി പുറത്തേക്ക് ഇറക്കണം. വണ്ടി പുറത്തേക്ക്. ഉമ്മ ചതിക്കല്ലേ ഉമ്മ? അവർ എന്റെ ആളുകളാ. ഉമ്മ ഇങ്ങോട്ട് വന്നേ ഉമ്മ. ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് വന്നേ ഉമ്മ. ഈ ആരണ്ടി? പൊന്നുമർത്ത സൂറാബായിയ. ഈ സൂറാബായി ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ നിന്നോട് ആരണ്ടി പറഞ്ഞത്? ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഉമ്മയോട് സത്യം, ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? ഉമ്മയോട് ചോദിക്കാതെ ഉമ്മയുടെ വീടൊക്കെ ഞാൻ വാടകയ്ക്ക് കൊടുക്കും. ഉമ്മ കൊടുത്തു വാടകയ്ക്ക് കൊടുത്ത്. നിന്നോട് ചോദിച്ചു. ഉമ്മേ, തലയ്ക്ക് നല്ല വെളിവില്ലാത്ത ഒരു ഉമ്മയാ. പേടിക്കാനൊന്നുമില്ലെന്ന് നേരിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മതി. അപ്പൊ നിൽക്കും ബഹളം. അല്ല, ഈ തലയ്ക്ക് വെളിവില്ലാത്തടത്തൊക്കെ നമ്മൾ എന്ത് ചോദിക്കാം? അതല്ല, വീട് വാടകയ്ക്ക് വരുമോ നേരിട്ട് ചോദിച്ചാൽ മതി സ്വാമി. വാ, എന്താ ഇത് സ്വാമി എന്നെക്കളപ്പുറം വന്നേ ഇങ്ങോട്ട്. ആണോ? ദാ ചോദിക്ക. ഇതാണ് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്നവര്. ഇങ്ങോട്ട് വന്ന് ചോദിക്കുക സ്വാമി, ചോദിക്ക. അതെ, ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ. ഉമ്മയോട് ചോദിക്കാൻ വരികയായിരുന്നു. അപ്പോഴാ ഉമ്മ വിളിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അനുവാദം തരണം. നീ എന്ത് പണിക്ക് അവിടെ വന്നിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് എന്താ ഇവിടെ പണിയെന്ന്? കഥ എഴുതുന്ന പണിയാണ് ഉമ്മ. കഥ എഴുതുന്ന പണിയാണാ? അപ്പൊ എപ്പോഴും ഉമ്മക്ക് കഥ കേൾക്കാലോ അല്ലേ? പിന്നെന്താ? മോന്റെ പേരെന്തെന്നാ? കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തി അല്ല, കൃഷ്ണമൂർത്തി. അത് തന്നെയാ. ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ. കൃഷ്ണമൂർത്തി എന്ന് പറയാൻ MA വരെ ഒന്നും പഠിക്കണ്ട, നാക്കൊന്ന് പഠിച്ചാ മതി. എന്താ പറഞ്ഞേ? നാക്കൊന്ന് പഠിച്ചാ മതി. നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത്, ചാക്ക് പിടിക്കാനാ. ചാക്ക് ഞാൻ പിടിക്കാലോ, ഞാൻ പിടിക്കാം. പിന്നൊരു കാര്യം, താമസിക്കുന്നതൊക്കെ കൊള്ളാം. ഉമ്മാക്ക് വാടക തരണം. അതിനെന്താ, അതിപ്പോ തന്നെ തന്നേക്കാം. ഇതാ അഡ്വാൻസ് ആയിട്ട്. ഇതാ എന്താ ഉമ്മ? വാങ്ങിച്ചോ ഉമ്മ? എന്താ സ്വാമി? ഏതാ ഈ ഉമ്മ? അതാ മൂസാസേട്ടന്റെ ഉമ്മ. ഇതിന്റെയൊക്കെ ഉടമസ്ഥനില്ലേ മൂസാസേട്ട്, അയാളുടെ ഉമ്മയാ സൂറാബായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? മകൻ വലിയ കോടീശ്വരനായിട്ടെന്താ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് ഉമ്മയെ ചവിട്ടി പുറത്താക്കി. എന്നിട്ടാ ഇപ്പൊ ഞങ്ങളെയൊക്കെ കുടിയൊഴിപ്പിക്കാൻ നടക്കുന്നത്. പെറ്റതല്ലേ വിടാത്തവനാ, പിന്നെ ഞങ്ങളെയൊക്കെ വിടുവോ? അനുഭവിക്കും, ഇതിനൊക്കെ അവൻ അനുഭവിക്കും.
അവൻ മാത്രമല്ല അവന് വേണ്ടി നടക്കുന്നവരും അനുഭവിക്കും. അല്ലെങ്കിൽ കണ്ടു. സ്വാമി, അവിടെ എന്താ പണി? ആ സാധനങ്ങൾ എടുത്തോണ്ട് വാ. വേണ്ട വേണ്ട, പുറകോട്ട് ഇറങ്ങണ്ട. ആദ്യമായിട്ട് താമസിക്കാൻ വരുമ്പോ വെച്ച കാല് പുറകോട്ട് വെക്കാൻ പാടില്ലെന്നാ. പോന്നോളൂ, ഞാനിങ്ങോട്ട് മാറി തന്നേക്കാം. പോന്നോളൂന്നേ. സ്വാമി, ദേ ഞാൻ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ദേ ഇതൊക്കെ ആ പെണ്ണിന്റെയാ. ഇതൊന്നും എടുത്ത് പുറത്ത് വെച്ചേക്ക്. ആ പെണ്ണെടുത്തും നോക്കുള്ളൂ. വേണ്ട വേണ്ട വേണ്ട, ആ പെണ്ണ സാധനമൊക്കെ താഴെ എടുത്ത് കൊടുത്താൽ മതി. ജോസഫേ, ജോസഫേ, ഒന്നിങ്ങോട്ട് വാടോ. ഒന്നിങ്ങോട്ട് വാടോ, വന്നു ഊതാൻ. ഒന്നിങ്ങോട്ട് വരാൻ. ഈ സാമിയാണ് കൊള്ളാലോ. വന്ന് 10 മിനിറ്റ് ആയിട്ടില്ലേ? അതിനു മുമ്പ് എന്താ അത്രമ ഇയാളി കാണിക്കണേ? ആരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഞാൻ ഏതുണ്ടോ ഓക്കെ, വേറെ വല്ലതാണെങ്കിലും. അയ്യേ, നീയോ? നീ എന്തിനോട് വന്നു? അതുകൊള്ള കിടന്ന് വിളിച്ചു കൂവിട്ട് ഇപ്പൊ സഹായിക്കാൻ വന്നതായോ കുറ്റം? സഹായിക്കാൻ തന്നെ ആരാ വിളിച്ചത്? ഞാൻ ജോസഫിനല്ലേ വിളിച്ചത്. അയ്യേ, ഈ വാതിലാരാ അടച്ചത്? ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ. എടോ, താനിവിടെ എന്ത് നോക്കി നിൽക്കായിരുന്നു? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? എടോ, ഈ പെണ്ണ് ആരുമില്ലാത്ത തക്കം നോക്കി അകത്ത് കയറി കഥ അടച്ചു. ദേ, അനാവശ്യം പറയരുത്. അങ്ങനെ തക്കം നോക്കി വന്ന് കയറുതൊന്നുമില്ല. സാമി വിളിച്ചാ ഞാൻ വന്നത്. കുഴപ്പമില്ല, ഈ പ്രായത്തൊക്കെ ഉണ്ടാവും. എന്ത് കുഴപ്പമില്ലെന്ന്? കൺമഷി കൺമഷി കൺമഷി. ഓടോ, അവളാ വന്നത്. സത്യം, അവളാ കയറി കഥ അടച്ചത്. കഥ കടച്ചത് അവളല്ല, ഞാനാ. ആരും വന്ന് കാണാന്ന് കരുതി ഞാൻ ബുദ്ധിപൂർവ്വം അടച്ചതല്ലേ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? കൽക്കട്ട തനിക്ക് എന്തായിരുന്നു പണി? താനിവിടെ വന്ന് എന്റെ അസിസ്റ്റന്റ് വിളിക്കാതെ മാമ പിടിക്കോ? വൃത്തിയോട് പറയരുത്. തനിക്ക് വൃത്തിയോട് കളിക്കല്ലേ? വൃത്തിയോട് അടിച്ച് ഞാനല്ല, സാമിയല്ലേ. അത് മറ്റുള്ളവർ കാണാന്ന് കരുതി ഞാൻ കഥ അടച്ച് കുത്തിയിട്ടു. അതെന്താ വലിയ കുറ്റം? ഞാനെന്ത് കേട്ടോടാ? എന്ത് കണ്ടു? ഉമ്മ കളിക്കാ. അയ്യേ, മര്യാദക്കണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാടോ താൻ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പിന്നെ ഞാൻ ചീത്തയാണെങ്കിൽ എന്നെയാണ് പറഞ്ഞു വിട്ടേക്ക്. ഞാൻ ബംഗാളിലേക്ക് പോകണം. വെറുതെ എന്തിനാ എന്റെ കൂടെ കൂടിയിട്ട് നല്ല മാണിക്കം പോലെ ഒരു സാമ്യം കൂടി ചീത്തയാവണേ? ഓ, അത് ശരി. തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടണം, അതിനുള്ള അടവാണല്ലേ? പറഞ്ഞു വിടാം, പറഞ്ഞു വിടാം. മതി. ഇടോ, ചത്താലും ശരി, തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടില്ല. അങ്ങനെ താൻ രക്ഷപ്പെടണോ കെ ജോസഫേ? അപ്പോഴേ എന്താ എന്താ? രണ്ടാളും ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്തിനാ? എനിക്കിവിടേക്ക് ഒന്ന് തൂത്തു വരണം. മനസ്സിലായടോ?
തൂത്തുമായിരിക്കും കുട്ടി. അയ്യേ അയ്യേ അയ്യേ, എന്തീ കളിക്കുന്നേ? ഇവിടെ വെള്ളപ്പൊക്കമൊന്നുമില്ല. അഴിച്ചിട്ടേ അഴിച്ചിട്ടേ. ഇതെന്ത് പാടാ? എനിക്ക് തൂത്ത് വരണ്ടേ? തൂത്ത് വരുന്ന ചുഴി ഉണ്ടല്ലേ, അല്ലാതെ കാലം ഉണ്ടല്ലോ. ഇങ്ങനെ ഞാൻ തൂത്ത് വരിക്കണം. പെണ്ണു പോയെ. അയ്യേ, ഈ സാമി എന്താ ഇങ്ങനെ മനുഷ്യരെ കാണാത്ത പോലെ? കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് ഇവിടെ കൊണ്ടുവന്ന കാണാത്ത ഒന്നും എന്നെ കാണിക്കണ്ട. ആ ചൂലിങ്ങി തന്നേര് സാമി, ഞാൻ തൂത്തോളാന്നേ. കുട്ടി എന്തിനാ നിർബന്ധിക്കണേ? സ്വാമിക്ക് കൊതിയായിട്ടല്ലേ? സ്വാമി തൂത്തോട്ടെ. അത് ശരി. ആഹാ, ഇത് പിടിച്ചേ. പിടിക്കണോ? എന്താ? അടിച്ചു വാരാൻ. ഇങ്ങോട്ട് വന്നേ. ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല. എന്താ 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 തന്നെ ആരോടെ വിളിച്ചു? പോയി നോക്കണോ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വെക്കാൻ. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ. നിന്റെ കൈയും കാലും ക്യാമറയും കാണാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മേലാൽ ഇത്തരം വേഷം കെട്ടി ഗോടിപ്പൊടി കയറി പോരുത്. പുറവിളിയിൽ അപ്പോഴേ ഒന്ന് നിന്നേ. എന്താ പറഞ്ഞത്? വേഷം കെട്ടുമായിട്ട് കോവണിപ്പടി കയറരുതെന്നോ? അയ്യടാ, ഇതെന്റെ വീടാ. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ഇവിടെ നടക്കും. വേണമെങ്കിൽ തുണി ഇല്ലാണ്ടും ഇവിടെ കിടന്ന് ഓടും. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. ഈശോയെ, പറഞ്ഞ പോലെ അവള് തുണിയില്ലാണ്ട് ഓടുവോ? ഓടനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണോ? അവള് നടക്കും. അതൊക്കെ മോശല്ലേ? ഓടോ.